അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും ഇതിനോടകം തന്നെ അറിഞ്ഞു കാണും. ആൻഡ് ഒരു പടത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അറസ്റ്റൊക്കെ അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്നത് ഈ ഇടയ്ക്ക് ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാവർക്കും അറിയാം പുഷ്പ 2 എന്ന് പറയുന്ന മൂവി, അല്ലു അർജുൻ്റെ മൂവി റിലീസായത് ഈ മാസം തന്നെയാണ്. ആൻഡ് അന്ന് റിലീസ് ദിവസം ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. He stayed there for almost 15 minutes. His subsequent explanation saying that I was not aware of what happened outside because by that time I had gone into the theatre. He had also said that he had informed not just the theatre managers but also the... എല്ലാവർക്കും തോന്നാവുന്നൊരു ഡൗട്ടാണ്, എന്തിനാണ് തന്നെ അല്ലു അർജുൻ അറസ്റ്റ് ചെയ്യുന്നത്, പുള്ളിക്കാരനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത്. എന്നാൽ ഇവിടെ ഹൈദരാബാദ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അല്ലു അർജുൻ ഇങ്ങനെ ഒരു വിസിറ്റ് തിയേറ്ററിലേക്ക് നടത്തുമെന്ന് നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് എന്നാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആക്ച്വലി അവർ പറയുന്നത് ശരി തന്നെയാണ്. നേരത്തെ കൂട്ടി ഒരു ഇൻഫർമേഷൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും ജനങ്ങൾ ഇടിച്ചു കയറിയത് പുഷ്പ 2 റിലീസ് ദിവസം തന്നെ. ആൻഡ് അങ്ങനെ ഉണ്ടായ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഇത്രയും ഒരു വലിയൊരു ഇഷ്യൂവിലേക്ക് പോകുന്നത്. എന്തായാലും അങ്ങനെ ഒരു സ്റ്റാമ്പേഡാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇത്രയും ആളുകൾ ഇടിച്ചു കയറിയപ്പോൾ നഷ്ടപ്പെട്ടത് ഒരു ജീവനാണ്. ആൻഡ് അല്ലു അർജുൻ അതിനെ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. Law-abiding citizen. I respect the law, and I will cooperate with them, and I'll do the needful. And very importantly, I would like to give my condolences once again to the family. I have been doing that for the last 20 years. Last 20 years, I've been going to watch my films, and I've been to that place not just only for my uncle's films. I've been there more than 30 times in my life, and never something like this has ever happened. It is purely accidentally. സോ നിങ്ങൾക്ക് എന്താണ് കാഴ്ചപ്പാട്? ശരിക്കും പറഞ്ഞാൽ ഇവർ ഇങ്ങനെ ഒരു രീതിയിൽ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നിരുന്നോ വേണ്ടയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു വീഡിയോ കാണുന്ന പ്രതീക്ഷയുടെ ഇസ്മി ആൽവിൻ സൈനിങ് ഔട്ട്.